ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോക്കനട്ട് മിൽക്ക് പുഡിംഗ് ആണ്. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ. തേങ്ങാപ്പാൽ, കോൺഫ്ലവർ, പിന്നെ പഞ്ചസാര, ഇത് 3 സാധനം മാത്രം മതി. വളരെ ഫ്ലഫി ആയിട്ട് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്ന അടിപൊളിയായിട്ടുള്ള പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് അളവിന്, അതായത് 500 ml അളവിന് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളിവിടെ 1-ാം പാൽ മാത്രമാണ് എടുക്കുന്നത്, അപ്പോഴേ നല്ല തിക്കായിട്ട് കിട്ടത്തുള്ളൂ. അടുത്തതായിട്ട് ഒരു 3 ടീസ്പൂൺ അളവിന് കോൺഫ്ലവർ വേറൊരു പാത്രത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ഇതിന് ശകലം വെള്ളം അല്ലെങ്കിൽ പാൽ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ വെള്ളം ചേർക്കുന്നുണ്ട്. വെള്ളം ചേർത്തിട്ട് ലംസ് ഒന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് ആ തേങ്ങാപ്പാലിലോട്ട് ചേർക്കണം. ഒരിക്കലും കോൺഫ്ലവർ നമ്മൾ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കരുത്. അങ്ങനെ ചേർത്താൽ നമുക്ക് അത് കറക്റ്റായിട്ട് ഈവനായിട്ട് വരത്തില്ല. ഇപ്പം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര 1/3 കപ്പിന് 1 കപ്പ് അളവിനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇല്ല, നന്നായിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് മധുരം വേണമെന്നുള്ളവർക്ക് മാത്രം അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് പഞ്ചസാര എല്ലാം ഒന്ന് നന്നായിട്ട് മെൽറ്റായി വന്നോട്ടെ. ഇതിപ്പോൾ ഇവിടെ നമുക്കിത് പ്രിപ്പയർ ചെയ്യാനായിട്ട് വെറും ഒരു 10 മിനിറ്റ് മാത്രമേ നമുക്ക് എടുക്കത്തുള്ളൂ. പിന്നെ സെറ്റ് ചെയ്ത് വരാനായിട്ട് ഒരു 2 മണിക്കൂർ നമുക്ക് വേണ്ടി വരും. ഒരു ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് തന്നെ സെറ്റായി കിട്ടും. ഇപ്പോൾ നമുക്ക് ഇതിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കോൺഫ്ലവറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് ടൈറ്റായി വന്നോളും. ഇത് നമുക്ക് നല്ല കിണ്ണത്തപ്പത്തിൻ്റെ ടേസ്റ്റ് പോലെയാണ്, നമുക്ക് അതേപോലെ ആ ടേസ്റ്റിൽ കിട്ടും. പക്ഷേ വളരെ എളുപ്പവുമാണ് ഉണ്ടാക്കിയെടുക്കാൻ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇപ്പോൾ ഇത് ടൈറ്റായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആവും, നമുക്കിത് ഒരു താമസവും ഇല്ല ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ ബബിൾസ് വന്ന് തുടങ്ങി. നന്നായിട്ട് ഒന്ന് കുറുക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഏത് ബൗളിലാണോ നമ്മൾ വെച്ച് സെറ്റ് ചെയ്യാൻ പോകുന്നത് അതിലോട്ട് മാറ്റണം. വളരെ ലൂസായിട്ടൊന്നും ചെയ്യരുത്, ഇല്ലെങ്കിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്കത് കറക്റ്റായിട്ട് സെറ്റായി വരില്ല. ഇപ്പോൾ ഈ ഒരു പരുവത്തിലാവുമ്പോഴത്തേക്ക് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഏത് പാത്രത്തിലാണോ അതിലോട്ട് നമുക്ക് കുറച്ച് നെയ്യ് തടവിയിട്ട് ഗ്രീസ് ചെയ്തിട്ട് നമുക്കിതിനെ സെറ്റ് ചെയ്ത് വെക്കാം. ഒന്ന് ഫുള്ളും ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ടാപ്പ് ചെയ്യുമ്പോൾ അടിയിൽ എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൊക്കോളും. ഇതിപ്പോൾ നമുക്ക് 2 മണിക്കൂർ റെഫ്രിജറേറ്റ് ചെയ്യാം. ഞാൻ ഫ്രീസറിൽ വെക്കുന്നില്ല, താഴെ സാധാ ഫ്രിഡ്ജിൽ വെക്കുവാണ്. ഫ്രീസറിൽ വെക്കുവാണെങ്കിൽ നേരത്തെ വേണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ ഒരു 1/2 മണിക്കൂർ വെക്കുമ്പോഴേ നന്നായിട്ട് സെറ്റായി കിട്ടും. ഇതിപ്പോൾ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ പാത്രത്തിലോട്ട് വെച്ചപ്പോഴേ അത് സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല തണുത്തിട്ട് കഴിക്കപ്പോൾ ഇത് കുറച്ചുകൂടി രുചിയാണ്. നമ്മൾ കിണ്ണത്തപ്പം ചെയ്യുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനും. നല്ല ടേസ്റ്റാണ്. കിണ്ണത്തപ്പം ചെയ്യാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്, പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. ഗസ്റ്റൊക്കെ വരുന്ന നേരത്ത് നമ്മൾ കൊടുക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കും നമുക്ക് എപ്പോഴും ഇത് ഉണ്ടാക്കി കൊടുക്കാം. ഇതിൽ വേറെ ദോഷമുള്ള കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നമുക്ക് ഇതിപ്പോൾ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. കുറച്ച് കുങ്കുമപ്പൂവും പിന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ടും വെച്ച് ഞാനിത് ഇവിടെ ഗാർണിഷ് ചെയ്യുവാണ്. പക്ഷേ നമുക്ക് ഇതില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നട്ട്സ് വെച്ചിട്ടും ഇത് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇല്ല, പ്ലെയിനായിട്ട് കഴിക്കുവാണെങ്കിലും ഒരു പ്രശ്നവുമില്ല, നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ നമുക്ക് പീസാക്കി കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിങ്ങനെ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത്